ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. ഇപ്പം നമ്മൾ പോകുന്നത് എമ്പുരാൻ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എവിടെയോ ആശീർവാദ് പ്രൊഡക്ഷൻസ് ആണെന്ന് തോന്നുന്നു ഒരു പോസ്റ്റ് ഇട്ടത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ സിനിമ കാണാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഡ്രസ് ഇട്ടിട്ട് പോയാലോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഒരു കാര്യവും ഇല്ലെങ്കിലും നമ്മളും വിചാരിച്ചു എന്നാൽ പിന്നെ ബ്ലാക്ക് ഡ്രസ് ഇട്ടിട്ട് പോകാമെന്ന്. ഞങ്ങൾ 3 പേരും ബ്ലാക്ക് ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നാട്ടിലത്തെ പോലെ ഇവിടെ അങ്ങനെ ടിക്കറ്റ് അവൈലബിൾ അല്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ ഒരു തിയേറ്ററും വളരെ ഫെമിലിയർ ആയിരിക്കും. നമ്മൾ എപ്പോഴും പോകാറുള്ള AGS മധുരവേല തന്നെയാണ് ഇത്തവണയും പോയിട്ടുള്ളത്. അങ്ങനെ കുഞ്ചൂസ് പോസ്റ്ററിലുള്ള ലാലേട്ടന്റെ കൂടെ നിന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മൾ എപ്പോഴും തിയേറ്ററിൽ നേരത്തെ തന്നെ എത്തുന്ന ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എത്തിയ ടൈമിൽ ആൾക്കാരൊന്നും അധികം ഉണ്ടായിരുന്നില്ല. എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ജിജുവും കുഞ്ചൂസും അവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമുക്ക് ഇന്റർവെൽ ടൈം ആകുമ്പോൾ കഴിക്കാനുള്ള സ്നാക്സ് ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്റർവെൽ ടൈം ആകുമ്പോൾ ഈ ഒരു ബില്ല് അവിടെ കാണിച്ചിട്ട് നമുക്ക് സാധനം മേടിച്ചിട്ട് പോവാം. അറിയാലോ, ഇന്റർവെൽ ടൈം ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈം ലാഭിക്കാം. നിങ്ങളും ഇതുപോലെ ചെയ്യുന്നവരാണെങ്കിൽ കമന്റിൽ പറയാൻ മറക്കരുത്. ഇപ്പൊ ഈ സീറ്റ്സ് ഒന്നും കാലിയായി കിടക്കുന്നത് നോക്കണ്ട. നമ്മൾ നേരത്തെ എത്തുന്ന ടീംസ് ആയതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രണ്ടിലത്തെ ഒരു 3 റോ മാത്രമാണ് വേക്കന്റ് ആയിട്ട് ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം ഫുൾ ആയിരുന്നു. ഇനി ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫിലിം സ്റ്റാർട്ട് ചെയ്തതും കുഞ്ചൂസ് ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, അത് ശരി, അപ്പൊ മലയാളം സിനിമ എന്ന് പറഞ്ഞിട്ട് ഹിന്ദി സിനിമയ്ക്കാണല്ലേ വന്നിരിക്കുന്നതെന്ന്. അതെന്താണെന്നുള്ളത് സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി കാണാൻ പോകുന്നവർക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനി എനിക്ക് തോന്നിയ ഒരു കാര്യം, ഫസ്റ്റ് ഹാഫിൽ ഒരു ഡയറക്ടറിന്റെ ടാലന്റ് കാണാൻ എന്നതല്ലാതെ ലൂസിഫറിന്റെ സ്റ്റോറി ആയിട്ട് ഒരു കണക്ഷൻ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഓൾമോസ്റ്റ് ഒരു സെക്കൻഡ് ഹാഫ് ആയ ശേഷം മാത്രമാണ്. ഞാൻ പറയുന്നത് സ്റ്റോറി വൈസ് ആണ് കേട്ടോ, ഡയറക്ഷൻ വൈസ് അല്ല. പിന്നെ ഞാൻ ഈ പറയുന്നത് എന്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. അങ്ങനെ ഇന്റർവെൽ ടൈം ആയപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സ്നാക്സ് എല്ലാം വാങ്ങിയിട്ട് വന്നു. ഫിലിം കാണുന്നതിനേക്കാൾ കുഞ്ചൂസ് മെയിൻ ആയിട്ട് വരുന്നത് ഇന്റർവെൽ ടൈം ആകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ വൈകുന്നേരം 3:45 ഷോയ്ക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫിലിം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും 7-7:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ മുമ്പും കഴിച്ചിട്ടുള്ള ഈ ഒരു ഗുലാ റെസ്റ്റോറന്റിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ജിജുവിന്റെ അച്ഛനും അമ്മയും ആന്ധ്രയിൽ ഉണ്ടായിരുന്ന ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് റവദോശ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ റീഡ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് കുഞ്ചൂസ് കൈ കിട്ടുന്നതൊക്കെ വായിക്കാൻ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു മെനു കാർഡിന്റെ ആവശ്യമേ വരാറില്ല, പക്ഷെ അതിലുള്ള ഓരോരോ ഐറ്റംസിന്റെയും പേര് വായിക്കുകയായിരുന്നു ആശാൻ. ഞാൻ റവദോശയുടെ കഥ കംപ്ലീറ്റ് ചെയ്തില്ല. ചെന്നൈയിൽ ഞാൻ ആദ്യമായിട്ട് റവദോശ ട്രൈ ചെയ്യുന്നത് ഈ ഒരു റെസ്റ്റോറന്റിൽ വെച്ചിട്ടാണ്. ലാസ്റ്റ് ടൈമാണ് ഞാനിവിടെ റവദോശ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുവരെ എനിക്ക് ചെന്നൈയിലും ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള റവദോശ കിട്ടുമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. കുഞ്ചൂസ് എന്നത്തെയും പോലെ ഗീ റോസ്റ്റ് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ജിജു മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിക്കലെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് എനിക്ക് കേൾക്കേണ്ടി വന്നത്. എന്റെ കൂടെ അംഗൻവാടി മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ച ഒരു ഫ്രണ്ട്, അവളുടെ പേര് അഞ്ജലി എന്നാണ്, അവൾ മരിച്ചു എന്നുള്ളതാണ്. ഈ ഒരു സമയം അവളുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്.